JVP. So JVP എന്ന് പറഞ്ഞാൽ JVP means jugular venous pulse, otherwise called അല്ലെങ്കിൽ jugular venous pressure. So എന്താണ് ഈ jugular venous pressure എന്ന് പറഞ്ഞാൽ? So jugular venous pressure എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീനില് വീനസ് ബ്ലഡ് കോളം ഉണ്ടാവും, അതായത് ബ്ലഡ് കോളം ഉണ്ടാവും. ആ ബ്ലഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണത് ഈ ജുഗുലാർ വീനസ് പ്രഷർ എന്ന് പറഞ്ഞാല്. ഇനി ഈ പൾസ് എന്ന് പറഞ്ഞാല് ജുഗുലാർ വീനസ് പൾസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ഈ റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീനിലുള്ള വീനസ് ബ്ലഡ് കോളം അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് കാണാം, അതായത് പൾസ് കാണാം. അതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണത് jugular venous pulse എന്ന് പറഞ്ഞാൽ. The top of the venous blood column oscillate ചെയ്യുന്നത്, അതാണ് jugular venous pulse. അതായത് JVP നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ റൈറ്റ് ഹാർട്ടിന്റെ ഹീമോഡൈനാമിക്സ് ഇല്ലേ, അതായത് ഇപ്പം റൈറ്റ് ഹാർട്ടിന്റെ ഈ പ്രഷർ ചേഞ്ചസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് JVP എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ സിഗ്മോയിഡ് സൈനസ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമ്മളെ റൈറ്റ് ഹാർട്ട് റൈറ്റ് ഏട്രിയം, അതായത് സുപ്പീരിയർ വീന കാവ SVC എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ് വരും. ഈ സുപ്പീരിയർ വീന കാവ നമുക്ക് റൈറ്റ് ബ്രേക്കിയോകെഫാലിക് വീനും ലെഫ്റ്റ് ബ്രേക്കിയോകെഫാലിക് വീനുമായിട്ട് മാറും. ഈ റൈറ്റ് ബ്രേക്കിയോകെഫാലിക് വീൻ തന്നെ റൈറ്റ് IJV റൈറ്റ് സബ്ക്ലേവിയൻ വീനായിട്ട് മാറും. റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീനും റൈറ്റ് സബ്ക്ലേവിയൻ വീനും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ JVP മെഷർ ചെയ്യാൻ റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീനെ യൂസ് ചെയ്യുന്നത്? അപ്പൊ റൈറ്റ് IJV നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ കാണാം. അതായത് ഈ നമ്മൾ റൈറ്റ് ഏട്രിയോ അതുപോലെ തന്നെ ഈ റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു നേരെയാണുള്ളത്, ലീനിയർ ആയുള്ളത്. എന്നാൽ നമ്മളെ ലെഫ്റ്റ് ഇന്റേണൽ ജുഗുലാർ വീൻ നോക്കാം, അതൊരു ആംഗുലേഷനിലുള്ളത്. അപ്പം ഇവിടെ എന്തെങ്കിലും പ്രഷർ ചേഞ്ചസ്, അതായത് നമ്മളെ റൈറ്റ് ഏട്രിയത്തിലുള്ള പ്രഷർ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അത് കൂടുതലും റിഫ്ലക്റ്റഡ് ആവുന്നത് ഈ പറയുന്ന റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീനിലാണ്. പിന്നെ ഈ ഇവിടെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ജുഗുലാർ വീൻ ഉണ്ട്. എക്സ്റ്റേണൽ ജുഗുലാർ വീൻ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഇന്റേണൽ ജുഗുലാർ വീൻ നമ്മളെ സെലക്ട് ചെയ്യുന്നത് JVP മെഷർ ചെയ്യാൻ, നോട്ട് എക്സ്റ്റേണൽ ജുഗുലാർ വീൻ? ഒന്ന്, എക്സ്റ്റേണൽ ജുഗുലാർ വീൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സൂപ്പർഫിഷ്യൽ ആണ്. അപ്പം ഇവിടെയുള്ള നമ്മളെ നെക്കിലുള്ള അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് അതിനെ കംപ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ റൈറ്റ് IJV ഉപയോഗിക്കുന്നത് അത് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ആൻഡ് അത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്റേണൽ ജുഗുലാർ വീൻ ആണ് നമ്മൾ ഈ JVP മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന സുപ്പീരിയർ വീന കാവ, ഈ ബ്രേക്കിയോകെഫാലിക് വീൻ, ഇതിനൊന്നും വാൽവ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ റൈറ്റ് ഏട്രിയത്തിലുള്ള പ്രഷർ ചേഞ്ചസ്, അതായത് നമുക്ക് റൈറ്റ് ഏട്രിയത്തിൽ പ്രഷർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, ആ പ്രഷർ ചേഞ്ചസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദി, അത് കൂടുതലും നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വീൻ ആണ്. ആ പൾസേഷൻസിലുള്ള അത് കുറച്ച് വേവ്സ് ഉണ്ട്, ആ വേവ്സിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളെ എക്സ്റ്റേണൽ ജുഗുലാർ വീൻ ആണെങ്കിൽ അതിന് വാൽവുകളുണ്ട്. അപ്പൊ നമുക്ക് JVP മെഷർ ചെയ്യുന്നതിന് അത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇനിയാണ് പേഷ്യന്റിനെ നമ്മളിപ്പോ ഒരു പേഷ്യന്റിൽ നമ്മളെ JVP മെഷർ ചെയ്യാൻ പോവാം. അങ്ങനെ JVP നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളെ പേഷ്യന്റിനെ ആദ്യം കിടത്താം. എന്നിട്ട് പേഷ്യന്റിനെ 45 ഡിഗ്രിയിൽ, അതായത് 45 ഡിഗ്രിയിൽ നമ്മൾ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഇതുമാതിരി നമ്മൾ ഇൻക്ലൈൻ ചെയ്യുക പേഷ്യന്റ് 45 ഡിഗ്രിയിൽ. അവരുടെ ഹെഡും ബോഡിയും ഇത് കണ്ടോ ഒരേ ലൈനിലായിരിക്കണം, ഹെഡും ബോഡിയും ഒരേ ലൈനിലായിരിക്കും. പേഷ്യന്റ് എന്നിട്ട് കംഫർട്ടബിളി ഹെഡ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ JVP നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോർമലി ഇപ്പം ഒരാൾക്ക് ഒരു നോർമൽ ജുഗുലാർ വീനസ് പ്രഷർ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് നോക്കിയാൽ എന്താന്ന് പറഞ്ഞാല്, ഇരുന്നിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ആക്ച്വലി മിസ് ചെയ്യും. എങ്ങനെയാന്ന് പറഞ്ഞാല് ഇപ്പം നോർമൽ പ്രഷറാണ്, നോർമൽ പ്രഷറുള്ള ഒരാള്, അപ്പൊ ഇതാണ് ഐഡിയൽ മെത്തേഡ്. ഒരാൾ ഇരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ പൾസേഷൻസ് ആക്ച്വലി ക്ലേവിക്കിളിന്റെ ബാക്കിലായിരിക്കും. അപ്പൊ ക്ലേവിക്കിളിന്റെ ബാക്കിലാകുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണൂല. അതിനാണ് 45 ഡിഗ്രിയിലാകുമ്പോൾ കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യും. ഇപ്പം
ചില ആൾക്കാർക്ക് ഈ ചില ആൾക്കാരിൽ അതായത് ജുഗുലാർ വീനസ് പ്രഷർ കൂടിയ ആൾക്കാർക്ക് അവര് ഈ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമുക്ക് കാണാം. ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടെങ്കിലും അയാൾക്ക് നല്ല പൾസേഷൻസ്, ജുഗുലാർ വീനസ് പൾസേഷൻസ് കാണാം. കാരണം അവരുടെ പ്രഷർ ഓൾറെഡി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇരുന്നിട്ടായാലും അതായത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിലായാലും സാധാ ഇരുന്നിട്ടായാലും കുഴപ്പമില്ല. സോ ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് ഐഡിയൽ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ജുഗുലാർ വീനസ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നതും ഈ 45 ഡിഗ്രി ആംഗിൾ ഇൻക്ലിനേഷനിലാണ്. ഇനി അടുത്തത് JVP എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പോകുന്നത്? സോ JVP നമ്മൾ മെഷർ ചെയ്യുന്നത് 2 സ്കെയിൽ മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് 2 സ്കെയിൽ മെത്തേഡോ 2 ഒബ്ജക്ട് മെത്തേഡോ. അപ്പൊ ഇത് നമ്മളെ സ്റ്റേണൽ ആംഗിൾ ആണ്. ഈ റീജിയനിലുള്ള സ്റ്റേണൽ ആംഗിൾ. ഈ സ്റ്റേണൽ ആംഗിളിൽ സ്കെയിൽ നമ്മൾ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോർ, അതായത് നമ്മളെ ഫ്ലോറിന് പെർപെൻഡിക്കുലർലി ഒരു സ്കെയിൽ വെക്കും. എന്നിട്ട് നമ്മള് ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മളെ ജുഗുലാർ വീനസ് പൾസില് അതായത് അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. എവിടെയാണ് അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ്? എന്നിട്ട് അവിടുന്ന് നമ്മൾ അതിന് പെർപെൻഡിക്കുലർലി നമ്മൾ വേറൊരു സെക്കൻഡ് സ്കെയിൽ നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ഈ മെഷർ ചെയ്യുന്ന ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലെ ഇതാണ് നമ്മൾ മെഷർ ചെയ്യാം. ഇത് സപ്പോസ് ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. നമുക്ക് 3 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ഫ്രം ദ സ്റ്റേണൽ ആംഗിൾ പെർപെൻഡിക്കുലർലി. പിന്നെ നമ്മളെ റൈറ്റ് ഏട്രിയത്തിന്റെ സെന്റർ, അതായത് ഇവിടുന്ന് സെന്റർ ഓഫ് ദ റൈറ്റ് ഏട്രിയം ടു ദ ഈ സ്റ്റേണൽ ആംഗിൾ, ഈ ഒരു ഡിസ്റ്റൻസ് ഒരു 5 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ പ്രഷർ എന്ന് പറഞ്ഞാല് അത് 5 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ വാട്ടർ ആയിരിക്കും ഈ നമ്മളെ JVP എന്ന് പറയുന്നത്, ജുഗുലാർ വീനസ് പ്രഷർ. ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാം. അപ്പം നോർമൽ ആണ് 3 to 4 സെന്റിമീറ്റർ. അതായത് ഗ്രേറ്റർ ദാൻ 3 to 4 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. ഇത് ആക്ച്വലി നോർമൽ ആണ്. അതായത് ഇപ്പൊ ഗ്രേറ്റർ ദാൻ 9 സെന്റിമീറ്റർ വാട്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പം 6 സെന്റിമീറ്റർ കിട്ടി, അതായത് ഈ റൈസ് ചെയ്ത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 6 + 5 11 സെന്റിമീറ്റർ അല്ലേ. അത് ഗ്രേറ്റർ ദാൻ 9 സെന്റിമീറ്റർ വാട്ടർ ആണെങ്കിൽ നമുക്ക് പറയാം JVP എലിവേറ്റഡ് ആണ്. അതായത് ഗ്രേറ്റർ ദാൻ 9 സെന്റിമീറ്റർ ഓഫ് വാട്ടർ മൊത്തം മെഷർ ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അതായത് ഫ്രം ദ സെന്റർ ഓഫ് ദ റൈറ്റ് ഏട്രിയം, ഗ്രേറ്റർ ദാൻ 9 സെന്റിമീറ്റർ വാട്ടർ ആണെങ്കിൽ അത് എലിവേറ്റഡ് JVP ആണ്. അല്ലെങ്കിൽ ഫ്രം ദ സ്റ്റേണൽ ആംഗിൾ പറയുകയാണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 4 സെന്റിമീറ്റർ വാട്ടർ ആണ് ഫ്രം സ്റ്റേണൽ ആംഗിൾ. ഇത് സ്റ്റേണൽ ആംഗിളിലാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ JVP നെ മെഷർ ചെയ്യുന്നതും JVP എലിവേറ്റഡ് ആണോ അല്ലേ എന്ന് അറിയുന്നതും. അപ്പൊ ഇങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പൾസേഷന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ടാൻജൻഷ്യലി ഈ ടോർച്ച് ലൈറ്റ് ഷൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമുക്ക് ജുഗുലാർ വീനസ് പൾസ് കിട്ടും. ഇതിലുള്ള ഈ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് സെന്റർ ഓഫ് ദ റൈറ്റ് ഏട്രിയം ടു സ്റ്റേണൽ ആംഗിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതുകൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യണം, ഈ നമുക്ക് കിട്ടുന്നതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ടാണ് JVP നമ്മൾ മെഷർ ചെയ്യുക. പിന്നെ ഈ JVP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സെൻട്രൽ വീനസ് പ്രഷർ. അത് നമ്മളെ സെൻട്രൽ വീനസ് പ്രഷർ അല്ലേ, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്ന JVP. പിന്നെ നമ്മുടെ വോളിയം സ്റ്റാറ്റസ് ഓഫ് ദി ബോഡി, അതിന്റെയും റിഫ്ലക്ഷൻ ആണ്, അതായത് JVP എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഈ കരോട്ടിഡും ഈ IJVയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ കരോട്ടിഡ് പൾസ് ആണെങ്കിൽ അത് ഇറ്റ് വിൽ ബി മോർ മീഡിയലി ആയിരിക്കും, കുറച്ചുകൂടി ഡീപ്പർ ആയിരിക്കും. എന്നാൽ IJVയുടെ പൾസ് എന്ന് പറഞ്ഞാൽ അത് മോർ ലാറ്ററലി ആയിരിക്കും. ഇന്റേണൽ ജുഗുലാർ വീനിന്റെ JVP എന്ന് പറയുന്നത് മോർ ലാറ്ററലി ആയിരിക്കും. പിന്നെ കരോട്ടിഡ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മോർ ഫെൽറ്റ്, അത് ഇറ്റ് ക്യാൻ ബി മോർ ഫെൽറ്റ് ദാൻ സീൻ. എന്നാൽ JVP ആണെങ്കിൽ ഇറ്റ് ഈസ് മോർ സീൻ ദാൻ ഫെൽറ്റ്. പിന്നെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് JVP ആണെങ്കിൽ JVPയിൽ ഫോൾ ഉണ്ടാവും. പക്ഷെ കരോട്ടിഡ് പൾസിൽ ആക്ച്വലി ദർ ഇസ് നോ ചേഞ്ച് വിത്ത് റെസ്പിറേഷൻ. പിന്നെ അബ്ഡോമിനിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് JVP എലിവേറ്റഡ് ആവും. എന്നാൽ അങ്ങനെ ഒരു ചേഞ്ചസ് ഒന്നും അബ്ഡോമിനൽ പ്രഷർ കൊടുത്താൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദി കരോട്ടിഡ് പൾസ്. പിന്നെ നമ്മൾ വിരലുകൊണ്ട് കംപ്രസ് ചെയ്യുക, ഡിജിറ്റലി കംപ്രസ് ചെയ്യുന്ന സമയത്ത് JVP ആണെങ്കിൽ അത് ആ ഒരു വീനസ് പൾസ് ഇല്ലാതാവും. എന്നാൽ കരോട്ടിഡ് പൾസ് ആണെങ്കിൽ അങ്ങനെയല്ല,